ഹായ് ഹലോ സോയാബീൻ കുതിച്ചുകളുണ്ടെങ്കിൽ ദാണ്ടെ ഇങ്ങോട്ട് പോരാ കേട്ടോ. ഇവിടെ ഉണ്ടൊരു സോയാബീൻ കുതിച്ച്. രാത്രിയായപ്പോൾ പറയാം എനിക്ക് ചോറിൻ്റെ കൂടെ സോയാബീൻ വേണമെന്ന്. ഞാൻ വിചാരിച്ചു എങ്കിൽ ശരി, എന്നാലെങ്കിലും 4 പറ്റി ചോറ് തിന്നുമല്ലോ. എല്ലാ അമ്മമാരും ഇങ്ങനെയല്ലേ, കുഞ്ഞുങ്ങൾ തിന്നാൻ വേണ്ടി ശരി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ നേരെ സോയാബീൻ എടുത്തു, വെള്ളത്തിലിട്ട് ഉപ്പിട്ടൊന്ന് വേവിച്ചു. വേവിച്ചിട്ട് അത് നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത് 2-3 വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുക. എന്നിട്ട് പറഞ്ഞു ഞാൻ മസാല ഇടാമെന്ന്. അങ്ങനെ ഞാൻ ശരി ആയിക്കോട്ടെ മസാല ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ദാണ്ടെ മുളക് പൊടി അത് ആദ്യം കുറച്ചിടും കേട്ടോ. അപ്പോൾ നമ്മൾ പറയണം ഇച്ചിരിയും കൂടി ഇടാൻ. അപ്പോൾ ദാണ്ടെ വീണ്ടും നിറച്ചെടുക്കും. നമ്മൾ 1 സ്പൂൺ നിറച്ചെടുക്കാൻ പറഞ്ഞാലേ നിറച്ചെടുക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വിതറിയിടാൻ. അപ്പോൾ ദാണ്ടെ വിതറാനുള്ള പാടുപിടിയില്ല കണ്ടോ, അയ്യോടാ വീണ്. അപ്പോൾ വിതറാൻ വേണ്ടി അവിടുന്ന് വീണ്ടും കോരിയെടുക്കുക. പിന്നെ നേരെ മല്ലിപ്പൊടി ഇട്ടു. ഈ മല്ലിപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഇച്ചിരി മസാല തോന്നാൻ വേണ്ടി ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു, അതൊരു പൊടിക്ക്. പിന്നെ ദാണ്ടെ അതും ഗരം മസാലയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ഗരം മസാല, പൊടിയാക്കിയതല്ല. അപ്പോൾ അതും ചെറുതായിട്ടൊന്നിട്ടു. കുരുമുളകും അതുപോലെ ഇച്ചിരി തരി പോലെ കിടക്കുന്ന ക്രഷായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പരട്ടാം. ഞാൻ പറഞ്ഞു വേണ്ട ഉണ്ണി, കൈ നീറും. കേൾക്കത്തില്ല, താനെ പരട്ടണം. ഓക്കെ പരട്ടിക്കോട്ടെ. അങ്ങനെ പരട്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെള്ളമേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലേശം വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത് കണ്ടേ പരട്ടുന്നുണ്ട് കേട്ടോ. കുറ്റം പറയരുതല്ലോ, നല്ല അടിപൊളിയായിട്ട് പരട്ടി തന്നു കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് നേരെ ചീനിച്ചട്ടി വെച്ചു, നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു. എന്നിട്ട് നമ്മുടെ ഈ പുരട്ടി വെച്ചിരിക്കുന്ന സോയാബീൻ അതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് നിരത്തിയിട്ട് കേട്ടോ. അതിങ്ങനെ മീൻ വറക്കുന്ന പോലെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ പിന്നെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ഒന്ന് മൂപ്പിച്ച് മൊത്തത്തിൽ എടുക്കും. അപ്പോൾ എന്നോട് പറയും ഞാൻ മൂപ്പിച്ചോളാം, ഞാൻ കയറിയിരുന്ന് ഫ്രൈ ആക്കിക്കോളാം അമ്മേ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നിൻ്റെ കൈ പൊള്ളും. കേൾക്കത്തില്ല. ഇത് പണ്ടേ ഉള്ളതാണ് കേട്ടോ, താണ്ടി ഈ സ്ലാബിൻ്റെ മേളിൽ കയറിയിരുന്ന് ഈ വറപ്പ്. അങ്ങനെ ആ ചട്ടി തന്നെ വറക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. അതൊക്കെ കൂട്ടി നല്ല പൊന്നെ പോലെ ചോറ് കഴിച്ചു കേട്ടോ.